പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. 2026 ജനുവരി 1 പുതിയ സാധ്യതകളിലേക്ക്, പുതിയ അനന്തമായ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിയ വിസ്മയകരമായ മേഖലകളിലേക്ക് കർത്താവ് കരം പിടിച്ച് നമ്മളെല്ലാവരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. സന്തോഷത്തോടെയാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. സന്തോഷ് ബ്രദറുണ്ട്, ഷക്കീന ചാനലിൻ്റെ എല്ലാത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സന്തോഷ് ബ്രദറുണ്ട്, ബിനോയിച്ചനുണ്ട്. ബിനോയിച്ചന് അച്ഛനത്തിൻ്റെ വലിയൊരു അനോയിറ്റിംഗ് കർത്താവ് ലോകത്തിലേക്ക് അങ്ങോട്ട് ചാല് വെട്ടിക്കൊണ്ടുന്ന ബിനോയിച്ചൻ്റെ സാന്നിധ്യമുണ്ട്. വലിയ സന്തോഷമാണ് ഈ പുതുവത്സരത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ ആനന്ദത്തിൻ്റെയും അതിലേറെ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണിത്. ഷെക്കേന ന്യൂസിൻ്റെ മിനിസ്ട്രീസിൻ്റെ ആത്മീയ പിതാക്കന്മാരോടൊപ്പം നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹദായകമായ ബഹുമാനപ്പെട്ട വട്ടായിലച്ചനും ബിനോയിച്ചനും നമുക്ക് വേണ്ടി ഈ പുതുവർഷത്തിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന വളരെ കൃപാദായകമായ ഒരു സമയമാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയാണ്. കാരണം ഈ ഒരു സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുന്ന സപ്പോർട്ടും അത് കർത്താവ് നമുക്ക് തരുന്ന വിശ്വസ്തതയുടെ മാറ്റമില്ലാത്ത അടയാളമായി കാണുകയാണ്. 2019 ഒക്ടോബർ 7-ാം തീയതി ഷെക്കേന ന്യൂസ് ആരംഭിച്ചു. ഈ 6 വർഷക്കാലം അച്ഛന്മാരെ കർത്താവിൻ്റെ വലിയൊരു പരിപാലനം അനുഭവിക്കാനായി കഴിഞ്ഞു. ഇന്നിവിടം വരെ എത്തി നിൽക്കുമ്പോൾ നമുക്കൊരുമിച്ച് ഈ 2026 പുതുവർഷത്തിലേക്ക് ആവശ്യമായ ദൈവകൃപയും ദൈവാനുഗ്രഹവും ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ആനന്ദത്തോടെ നമുക്ക് ഒരുങ്ങാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൊട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഷെക്കേന ടെലിവിഷനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എഫേസസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം കർത്താവ് പെട്ടെന്ന് മനസ്സിൽ തന്നു. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് എല്ലാം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 2019 ആരംഭിക്കുമ്പോൾ ഈ 2025, 2026 ഈ കാലഘട്ടങ്ങളിൽ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ലോകം കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അവിടെ എല്ലാം കർത്താവിൻ്റെ സ്വരമാകാൻ വേണ്ടിയിട്ട് അന്നേ കർത്താവ് മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചതാണ്. ബഹുമാനപ്പെട്ട ബിനോയിച്ചൻ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ പറഞ്ഞതുപോലെയും കർത്താവിൻ്റെ സ്വരമാകാൻ ഞെരുക്കത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ ജനം പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുമ്പോൾ ഒരു വലിയൊരു ആശ്വാസത്തിൻ്റെ ഒരു നീർച്ചാലായി കർത്താവ് ഈ കേരളത്തിൽ നിന്ന് ഉയർത്തിയ ഈ ഒരു മനോഹരമായ ശുശ്രൂഷ ഷെക്കേന മിനിസ്ട്രി, ഷെക്കേന ന്യൂസ് ചാനലിൻ്റെ ഈ ശുശ്രൂഷകൾ അത് കൂടുതൽ അനുഗ്രഹമാണ്. അരുവി തോടായും തോട് നദിയായും നദി സമുദ്രമായും മാറുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മിനിസ്ട്രിയിലേക്ക് കർത്താവ് തുറക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം ഷെക്കീനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മനസ്സിലേക്ക് വരികയാണ്. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും എൻ്റെ വചനം നീ കാത്തു, എൻ്റെ വചനം നീ നിഷേധിച്ചില്ല, എന്നെ നീ നിഷേധിച്ചില്ല. ഞെരുക്കത്തിൻ്റെ സമയത്ത്, ഇല്ലായ്മയുടെ സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്ത്, സമ്മർദ്ദങ്ങളുടെ സമയത്ത് കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കർത്താവിൻ്റെ സ്വരത്തെയും മുറുകെ പിടിച്ച്, ആ കർത്താവിൻ്റെ സ്വരത്തെ മാത്രം മുറുകെ പിടിച്ച്, കർത്താവിനെ മാത്രം ഭയപ്പെട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന കർത്താവിൻ്റെ ഒരു ടീം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 3:8 പറയുകയാണ്, ഇതാ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം ഒരു വാതിൽ നിനക്കായി ഞാൻ തുറന്നിട്ടിരിക്കുന്നു. ദൈവമേ, ഈ ഒരു വചനം ഈ ഷെക്കീന മിനിസ്ട്രിയെ സംബന്ധിച്ച് അന്വർത്ഥമാകട്ടെ. ഈ വർഷം കർത്താവെ ഷെക്കീന മിനിസ്ട്രിക്കും ഷെക്കീന മിനിസ്ട്രിയിൽ സന്തോഷം പറഞ്ഞാൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ശുശ്രൂഷകരും അവരുടെ കുടുംബങ്ങൾക്കും ഈ ഷെക്കീനയുടെ ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദൈവമേ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ ഉപകാരികൾക്കും പ്രാർത്ഥിക്കുന്നവർക്കും ചേർന്ന് നിൽക്കുന്നവർക്കും എല്ലാവരുടെ മുന്നിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. കരം തുറക്കണമേ. ഇപ്പോൾ തന്നെ കർത്താവേ, അങ്ങ് ആയിരം രഥവിഹങ്ങളോടെ അവിടുന്ന് കടന്നു വരണമേ. ഓരോ ശുശ്രൂഷകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഓരോ ശുശ്രൂഷകരെ
കരങ്ങളിലേക്ക് ശക്തി ഇറങ്ങട്ടെ. ആമേൻ, ആമേൻ. തളർന്നിരിക്കുന്ന ശക്തി കരങ്ങളിലെ ശക്തി പ്രാപിക്കട്ടെ. ആമേൻ, അവിടുത്തെ പാദങ്ങൾ സന്ധിവിട്ടുപോകട്ടെ. ആമേൻ. ദൈവത്തിന്റെ ശക്തി വീണ്ടും കൂട്ടി യോജിപ്പിക്കട്ടെ. അഭിഷേകങ്ങളാലും അത്ഭുതങ്ങളാലും കർത്താവ് വഴി നടത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഷക്കീനയുടെ എല്ലാ മിനിസ്ട്രികളെയും ശുശ്രൂഷകരെയും കുടുംബങ്ങളെയും പങ്കെടുക്കുന്നവരെയും കേൾവിക്കാരെയും പ്രേക്ഷകരെയും സർവ്വരെ ആശീർവദിക്കുന്നു. ഈ ഒരു പുതിയ വർഷം സർവർക്കും അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഉയർച്ചയുടെയും ദൈവസ്നേഹത്തിൻ്റെയും വർഷമായി മാറട്ടെ. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ വിനോദിച്ചന് ഞാനും ഈ സന്തോഷ ബ്രദറിനെ എല്ലാവരും അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.